വിടുതലിൻ്റെ ശുശ്രൂഷ, ഡെലിവറൻസ് മെസ്സേജ്. അനേക കുടുംബങ്ങൾക്ക് വിടുതൽ അയക്കുന്ന ദിവസമാണ്. ദൈവത്തിൻ്റെ കാഹളം ഊതിയിരിക്കുകയാണ്. നിന്റെ നിന്ന ഉരുട്ടി മാറ്റിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ്. ഗിൽഗാൽ, ശത്രു സൈന്യം എത്ര വലുതാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നതിലുപരിയായിട്ട്, നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ട് ശത്രുവിനെ നിഗ്രഹിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം ദൈവം നമ്മളോട് പറയുന്നത്, നമ്മൾ ഈ പ്രശ്നം വരുമ്പോൾ നമ്മളെ തന്നെ നമ്മളങ്ങ് ചെറുതാക്കി കാണും, നമ്മളങ്ങ് ഇല്ലാതാകും. അതിനുള്ള എക്സാമ്പിളാണ് ഏകദേശം ചില വാക്യങ്ങൾ. 32-ാം സങ്കീർത്തനത്തിൻ്റെ 4 ഇങ്ങനെയാണ് വായിക്കുന്നത്: രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു, എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. അപ്പം നമുക്ക് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേൽ ഭാരമായിട്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. പിശാച് അതയച്ചു, പിശാചിൻ്റെ ശക്തി ഒന്നുമില്ല. പക്ഷേ ദൈവം അനുവദിച്ചത് കൊണ്ട് ഇത് സംഭവിക്കുന്നു. അതൊരു പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് പിശാച് സേറ്റൻ ചോദിക്കുന്നു, അതെങ്ങനെയാ നീ അവൻ്റെ മേൽ കണ്ണു വെച്ചോ എന്ന് ദൈവം ചോദിക്കുമ്പോൾ, അതെങ്ങനെയാ അവൻ്റെ ചുറ്റും നീ വേലി കെട്ടി വെച്ചിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ? പക്ഷേ വേലിയൊന്ന് പൊളിച്ചു നോക്കാം, അന്നേരം അറിയാം എന്ന് സാത്താൻ പറയുന്നതായിട്ടൊരു ഭാഗം യോബിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കും. അപ്പം ദൈവം പറയുന്നുണ്ട്, ശരി, അവനെപ്പോലൊരു നീതിമാൻ വേറെ ഇല്ല, പക്ഷേ നിനക്ക് അനുവാദം തന്നിരിക്കുകയാണ്, അവൻ്റെ പ്രാണനെ മാത്രം തൊട്ടേക്കല്ലേ. അങ്ങനെ അവൻ്റെ മക്കളെയും പെൺമക്കളെയും ആൺമക്കളെയും പെൺമക്കളെയും വസ്തുവകൾ, അവൻ്റെ ജോലിക്കാരെ എല്ലാം നശിപ്പിച്ചു. ഭാര്യ പോലും പറഞ്ഞു, ഇനി ഈ ദൈവത്തെ മറുത്ത് പറഞ്ഞിട്ട് നീ അങ്ങ് മരിച്ചേക്കാൻ. അപ്പോൾ ഭാര്യയുടെ സ്നേഹം അത്രയേ ഉള്ളൂ. ഒന്നുമില്ല എന്ന് യോബ് മനസ്സിലാക്കി. അപ്പോൾ ആ സമയത്ത് യോബ് ചാരത്തിനകത്തിരുന്നെന്ന് പറയുന്നു. കാരണം ആ ഒരു സ്ഥിതി നമ്മൾ നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തും. കാണാൻ ഒന്നും കണ്ണിൻ്റെ മുമ്പിലൊന്നും കാണാൻ വയ്യാമല്ലോ. കർത്താവിൻ്റെ കയ്യിൽ നമ്മളെങ്ങനെ, അപ്പോഴാണ് അതിന് മുമ്പിൽ പറയുന്നത്, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ശരിയല്ലേ? നമ്മളെ പുറമേ കാണുമ്പോൾ ഒന്നുമില്ല. ചില ഭാരങ്ങൾ പലർക്കും അറിയാം. ഈ ചർച്ചിലൊക്കെ തന്നെ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കി, അവരുടെ മുഖം അങ്ങ് വാടിയിരിക്കുന്നു. നമുക്ക് ഒരു നോട്ടം മതി, അവരെന്തോ പ്രശ്നത്തിൽ കൂടെ. എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ, വയ്യ, തീരെ വയ്യ. എന്താ വയ്യാത്ത അവർക്ക് അറിഞ്ഞുകൂടാ. എന്താ വയ്യാത്ത അറിയില്ല. ഒരാൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനില്ല. ഞാൻ പല പ്രാവശ്യം പിന്നെ വിളിക്കാൻ നോക്കിയിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ല. ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഞാൻ പറയുന്ന മുഖം, ഒരാളുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം അവരുടെ അസ്ഥികൾ പോലും ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ എന്ന്. അത് നമ്മളെ ദൈവം കാണിച്ചു തരുന്ന, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മളോട് ദൈവം പറയുന്നത്, ഞാനറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതിന് ഈ 32 തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്നവൻ ഭാഗ്യവാൻ. പഴയ നിയമത്തിൽ ലംഘനങ്ങൾ ക്ഷമിക്കും, പാപം മറയ്ക്കുകയാണ്. പാപങ്ങൾ മറയ്ക്കുന്നതും പാപം തുടച്ചു മാറ്റുന്നതും രണ്ടാണ്. കർത്താവിൻ്റെ രക്തം പുതിയ നിയമത്തിൽ നമ്മുടെ പാപങ്ങൾ ഒരിക്കലും ചെയ്യാത്തതുപോലെ തുടച്ചു മാറ്റിയിട്ട് വെള്ളപ്പേപ്പർ പോലെ ആക്കുന്നു. പക്ഷെ പഴയ നിയമത്തിൽ അങ്ങനെയല്ലായിരുന്നു. അത് മൂടുക മാത്രം. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. എപ്പോഴാണ്? എൻ്റെ ഉള്ളിലെ ഞരക്കം കൊണ്ടും വേദന കൊണ്ടും ഞാനിത് ആരോടും പകരാൻ, അതായത് ഇവൻ ദൈവത്തോട് പോലും പകരാൻ വയ്യാത്ത ഒരു സ്റ്റേജ് നമ്മുടെ ശരീരത്തിനുണ്ടാകുമ്പോൾ ഞാൻ ഉരുകുകയാണ്. അതൊരു വല്ലാത്ത സ്റ്റേജാണ്. അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. പലർക്കും എപ്പോഴെങ്കിലും ഇത് അനുഭവിക്കാത്തവരില്ല താനും. നമ്മൾ ഈ ഒത്തിരി വർത്തമാനം പറയുന്ന ഒരു വാഗൊണ്ട് പറയും, എനിക്ക് കഷ്ടകാലമാണ്, എനിക്ക് പ്രയാസമാണ്, ദുഃഖമാണ്. എന്നാൽ മിണ്ടാത്തവരുണ്ടല്ലോ, അവർ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ, ഈ മിണ്ടാത്തവരെ എപ്പോഴും നമ്മൾ വൈകിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പം ആത്മാവിൽ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിലുള്ള ഇമ്പ്യൂരിറ്റി വെച്ച് അല്ലെങ്കിൽ അശുദ്ധി കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കത്തില്ല ദൈവസന്നിധി. അപ്പം ദൈവം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം തൻ്റെ വിശുദ്ധ രശ്മി അല്ലെ അവൻ്റെ പ്രകാശം, ജീവൻ നമ്മുടെ മേലോട്ട് ഒന്നും കൂടെ നമ്മളെ ശക്തമായിട്ട് തീ അയക്കുമ്പോൾ ആദ്യം ഉരുകിപ്പോകുന്ന നമ്മുടെ ജഡീക ശക്തികളാണ്. ഈ ജഡീക ശക്തികൾ ഉരുക്കി കളഞ്ഞിട്ട് നമ്മൾ
നമ്മളെ അതായത് റോമർക്ക് എഴുതിയ ലേഖനം 12:1-2 ഞാൻ യാഗവസ്തു ആകണം, ജീവനുള്ള യാഗവസ്തു. അപ്പം നമ്മളെ ഇത് ഉരുക്കി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളെ വീണ്ടും പുതിയ വസ്ത്രം ഉടുപ്പിച്ചിട്ടാണ് എന്നും ഒരു കഴുകൽ പ്രോസസ്സാണ്, എന്നും കുളിക്കുന്ന പോലെയാണ്. എന്നിട്ട് ദൈവസന്നിധി ചെല്ലാനൊക്കത്തുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും. ഈ ഒട്ടും സംസാരിക്കാതെ എല്ലാം ഉള്ളിക്കൊണ്ടുവന്നവർ ഈ തീയിലിട്ടാൽ അവർ കത്തത്തില്ല. ഞാൻ ആത്മീയ ഗോളമാണ് സംസാരിക്കുന്നത്. അപ്പോൾ തീയിൽ ഇവരെ ഇട്ടാൽ ഇവർ മിണ്ടൂല, കാരണം പുറമേ ഒരു കുഴപ്പമില്ല. ഇവരെന്ത് ചെയ്തോ കത്തൂല. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താ കത്താത്തത്? കാരണം അത് വിട്ടുകൊടുക്കുന്നില്ല, പച്ച മരം പോലെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ദൈവത്തിന് പുറമേ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല, അവർക്കൊക്കെ അസുഖം വരുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഈ വർത്തമാനം പറയുന്നവർ പറഞ്ഞിട്ട് അത് കണ്ണുനീര് കൊണ്ട് കഴുകി കർത്താവിൻ്റെ സന്നിധിയിൽ സൗഖ്യം അത് ഉത്തരം കിട്ടുമ്പം വേറെ ഒരു ഉത്തരം. എന്നാൽ മിണ്ടാത്തവരും ഒരു മിണ്ടുന്നില്ല. എല്ലാം അവരുടെ വിശ്വാസം വലുത്. ചുമ്മാതെ അവരുടെ വിശ്വാസമൊന്നും വലുതല്ല, അവരുടെ വിശ്വാസവും ചെറുത് തന്നെ. അവർ തീയിലിട്ടാൽ കത്തത്തില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നവർ 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ച് കഴിയുമ്പം അവർ തീ കത്തിച്ചിട്ട് ശുദ്ധീകരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം നമ്മളോട് ഈ 139 സങ്കീർത്തനത്തിൽ ചില വാക്യങ്ങൾ എന്നെ നല്ലതായിട്ട് ഈ ദിവസങ്ങളിൽ ടച്ച് ചെയ്യുന്ന 5 തൊട്ട് 10 വരെയുള്ള വാക്യം ഞാൻ വായിക്കുക. കഷ്ടം വരുന്ന സമയത്തെ കാര്യമാണ്. നീ മുൻപും പിൻപും എന്നെ അടച്ചു. ആരെ? പിശാചല്ല, ദൈവം. ദൈവമേ, നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ആരുടെ കൈയാ? ദൈവത്തിൻ്റെ. പിശാചിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കണ്ട. നീ എൻ്റെ മുൻപും അടച്ചു, നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യുത്ഭുതമാകുന്നു. ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വചനമൊക്കെ എടുക്കുന്നു, പള്ളിയിൽ പോകുന്നു, അല്ലെ സഭയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ദാനം ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇത് മനസ്സിലാകുന്നില്ല. എൻ്റെ ഈ കഷ്ടത്തിനെന്ത്, എൻ്റെ ഈ ഒരു പ്രശ്നം എന്തുകൊണ്ട് നിന്നിൽ നിന്ന് ഉത്തരം? കർത്താവിനോട് അവർ സങ്കടപ്പെട്ട് 139 ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഉദരത്തിൽ, അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുണ്ടാകുന്ന സമയം തൊട്ടുള്ള പ്രാർത്ഥനയാണ്. അവിടെ ഒരു പ്രാർത്ഥന അയക്കുകയാണ്, നീ മുമ്പും പിൻപും എന്നെ അടച്ചു, നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം, ഇത് ജ്ഞാനമല്ല, ഇത് അത്യന്തമായ പരിജ്ഞാനം കൊണ്ട്, അതായത് പല പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മർമ്മം മനസ്സിലാകത്തുള്ളൂ. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. ഇത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ഇത് ഞാൻ ചിലപ്പം പറയും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ഉത്തരം ചിലതിനൊക്കെ ഉടനെ കിട്ടുന്ന കാണും. ഞാൻ ചോദിക്കും, അതുപോലെ എന്താ എൻ്റെ കയ്യിൽ തരാത്തത്? ബിക്കോസ് ദർ ഇസ് സം ഏരിയ വെർ നീഡ് ടു ബി റെക്ടിഫൈഡ്. അതെന്താണെന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട്, ചോദിക്കേണ്ട വിധത്തിൽ. പക്ഷെ ഇതാണ്, ദൈവം തൻ്റെ കൈ നമ്മുടെ മേൽ വെച്ചിട്ട് എനിക്കിത് മനസ്സിലാകുന്നില്ല, ഇതെനിക്ക് ഗ്രഹിച്ചുകൂടാതാണ് ഉന്നതമാണ്. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് വിരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്ത് അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും. നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയും, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ. ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കയില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെനഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്തു മനോഹരല്ലേ! അപ്പച്ചൻ്റെ കൈ നമ്മുടെ തലയിലോട്ട് വെച്ചിരിക്കുക. പ്രശ്നത്തിൽ കൂടെ പോകുന്ന മക്കളാകാം, മരുമക്കളാകാം, കൊച്ചുമക്കളാകാം, നമ്മളാകാം, ഭർത്താവാകാം, ഏത് വിഷയമാകാം. ആ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നതിൽ ഒരുത്തർക്ക് സഹായിക്കാനൊക്കത്തില്ല. നമ്മൾ പറയൂ, എനിക്കൊരു 10 ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവൻ്റെ അടുക്ക ചെന്ന് ചോദിച്ചു. അവന് വലിയ കാശുണ്ടായിരുന്നു, എന്നിട്ട് എന്നെ ഗുണം അവനെനിക്ക് ഒരു പൈസ തന്നില്ല. ഈ ദൈവത്തിൻ്റെ കയ്യ് ഈ സമയത്ത് നിന്നെയാണ് അടച്ചു വെച്ച്, നീ എന്നിൽ നിന്ന് പഠിക്കാൻ വേണ്ടി. അതല്ലേ നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു, അതെനിക്ക് ഭാരമാണ്, ഈ പരിജ്ഞാനം എനിക്ക്. നിനക്ക് ഒരു പൈസ അടുത്തൊന്നും കിട്ടൂലെന്ന് ഞാനാ പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ കൈ വെച്ച് കഴിഞ്ഞാൽ ദൈവം വഴി തുറക്കുന്നിടം വരെ നീ അവിടെ തന്നെ ഇരിക്കും. നീ അവിടെ തന്നെ ഇരുന്ന് പഠിക്കണം. അല്ല, ജോസഫിനെ പിടിച്ച് ഇടണമായിരുന്നു. സഹോദരന്മാരുടെ കുറ്റവും പറഞ്ഞുകൊണ്ട് അപ്പൻ്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനെ അല്പകാലം ഇതിനകത്ത് ഇട്ടിട്ട് കറക്റ്റ് ടൈമിൽ കർത്താവിനെ പൊക്കിയെടുത്തു, അല്ലെ അവൻ അവിടെ കിടന്ന് ചത്തുപോയിന്. ഈ കൈ അത്യന്തം അതിശയകരമായ. നമ്മൾ ദൈവമാണ്, നന്മയുടെയും തിന്മയുടെയും ഉറവിടം ദൈവം മാത്രം. പിശാചൊന്നും നമ്മളെ ഒന്നും തൊടാൻ പോകുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ തൊടാൻ പോകുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഈ കഷ്ടത്തിൻ്റെ അടുക്ക് വിളിച്ചു പറയാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെ പറയാമെങ്കിൽ
ഉത്തരം. ഇതല്ലേ ഈ 139 സങ്കീർത്തനമൊക്കെ. അമ്മയുടെ ഉദരത്തിലുണ്ടാകുന്നതിന് മുമ്പേ ഭയങ്കര അതിശയമായിട്ട് എന്നെ സൃഷ്ടിച്ചു. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമായിരിക്കുന്നു. അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ അമ്മയുടെ ഉദരത്തിൽ അതൊക്കെ വായിച്ചു നോക്കണം. എന്തൊരു മനോഹരമായ വാഗ്ദത്തങ്ങളുടെ പുറത്ത് വാഗ്ദത്തങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. 126 അന്നേരമാണ് അടുത്ത് കഴിഞ്ഞിട്ട് വായിക്കണം. ഡെലിവറൻസ് ആണല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പോവുക. അപ്പം നമ്മളോട് പറയുന്നത് ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. 126 എടുത്ത് വായിക്കുക. യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തും. എൻ്റെ കൈ ഞാൻ വിടിക്കാൻ ഞാൻ നിൻ്റെ മേൽ തലമേൽ എൻ്റെ കൈ വെച്ചിരുന്നത് ഇപ്പോൾ മാറ്റുമ്പോൾ നീ പഠിച്ചു കഴിഞ്ഞു മോനെ. ഈ ജോസഫിനെ പോലും പറയുന്നുണ്ട്, അവൻ അനുസരണം പഠിക്കുന്നിടം വരെ അവൻ്റെ കാൽ ഇരുമ്പ് ചങ്ങലകളാൽ കെട്ടപ്പെട്ടു എന്ന് തക്ക സമയത്ത്. അപ്പോൾ ദൈവത്തിനറിയാം. ദൈവം പറയുന്നതാണ്, ഞാൻ ഇന്ന് വിടുവിക്കുക. യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞ്. ചിരിയും ആർപ്പും വരുന്ന എപ്പോഴാണ്? ദൈവം വിടുതൽ തരുമ്പോൾ. അല്ലാതൊരു ദൈവം വൻകാര്യങ്ങളെ ചെയ്തിരിക്കുക, അത് വിളിച്ചു പറ. അത് കഴിഞ്ഞിട്ട് യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. വേറെ ആരുമല്ലേ? യഹോവ തെക്കേ നാട്ടിലെ തോടുകളെപ്പോലെ തങ്ങളുടെ പ്രവാസികളെ മടക്കി വരും. തെക്കേ നാട്ടിലെ വെള്ളം എന്ന് പറയുന്നത് ഈ കൊയ്ത്ത് സമയത്ത് വെള്ളം പൊങ്ങി വരുന്നെന്ന്. അതൊരു എപ്പോഴാണ് ഈ വെള്ളം ഇങ്ങനെ ചാട്ടം പോലെ വെള്ളച്ചാട്ടം പോലെ വരുന്നത് അറിയത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വെള്ളച്ചാട്ടം വന്നാലും യോർദാൻ്റെ മുമ്പിൽ വെള്ളം വന്ന് നിൽക്കുന്നിടത്ത് ജോഷുവ കാല് ചവിട്ടിയപ്പം വെള്ളം രണ്ടായിട്ട് മാറി. കൊയ്ത്തുകാലത്ത് വെള്ളം വരുന്നെന്ന് പറയുമ്പം അപ്രതീക്ഷിതമായിട്ട് വെള്ളം വന്ന് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തു തരുന്നു. യഹോവേ തെക്കേ നാട്ടുകളെ തോട്ടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ നീ എപ്പോഴാണ് ഇവർ തിരിച്ചു വരുന്നതെന്ന് പറയാനൊക്കത്തില്ല, ദൈവം കൊണ്ടുവരും. അതിൻ്റെ അടുത്ത വാക്യം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നു. കണ്ണുനീരോടെ നീ വിതച്ചു, വിത്ത് എടുത്തുകൊണ്ട് നീ കണ്ണുനീര് വിതച്ചുകൊണ്ടിരിക്കുക. വിളവെടുപ്പുണ്ട്. വർഷം തീരുന്നതിന് മുമ്പ് നിനക്കൊരു വിളവെടുപ്പുണ്ടാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതാ നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കഴിയും. കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് വിത്തും കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുക കുറേ സ്ത്രീകളെ പുരുഷന്മാർ. അവരവരുടെ മക്കളെക്കുറിച്ച് വേദനിച്ച് പറഞ്ഞോ പറയാതെയോ നിൻ്റെ കൈ അവരുടെ തലമേൽ വെച്ചിരിക്കുന്നതിനാൽ ഇത് ഭാരമായിരിക്കുന്നു. അപ്പച്ച ഇത് ഭാരം. ഈ അത്യത്ഭുതമായ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇത് നിൻ്റെ കൈയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എപ്പോഴാണിത്? അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് സഹായം ചോദിക്കുമ്പം അവർ നോ പറയുമ്പം എനിക്കെന്തിനാണ് അവരോട് ദേഷ്യം തോന്നുന്നത്? നീയാണിത് അടച്ചെങ്കിൽ ഞാൻ എന്തിനാണ് അവരോട് പരിഭവപ്പെടുന്നത്? അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് തിരിക്കട്ടെ അപ്പച്ച. ആരെങ്കിലും ഞങ്ങൾ ചോദിച്ചപ്പോൾ സഹായം തന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ അവരോട് ക്ഷമിക്കുന്നു. ഈ പരിജ്ഞാനം ഇപ്പോഴാണ് ഇട്ടുതരുന്നത്. ദൈവം ഒരു വാതിൽ തുറന്നാൽ പിന്നെ ആർക്കും അടയ്ക്കാം. വെളിപ്പാടിന് 3:7-8 ഞാൻ ദാവീദിൻ്റെ താക്കോലുണ്ട്, സത്യവാനും നീതിമാനുമായ ദൈവം വിളിച്ചു പറഞ്ഞു, ഞാനൊരു വാതിൽ തുറന്നാൽ ആർക്കടയ്ക്കാൻ സാധിക്കും? നിൻ്റെ വാതിൽ തുറക്കട്ടെ അപ്പച്ച. കുഞ്ഞുങ്ങളെ ഗണമായിട്ട് അവിടുന്ന് പിശാചിൻ്റെ തടങ്കലിൽ നിന്നും അപ്പച്ചൻ അനുവദിച്ചതാണ്. അവരെ ഈ നിൻ്റെ കൈ മാറ്റുമ്പോൾ അവരെല്ലാം തിരിച്ചു കയറി വരും. പെട്ടകത്തിനകത്ത് അവരെന്നെ നോഹയുടെ പെട്ടകത്തിനകത്ത് കയറിയ പോലെ എല്ലാത്തിനും വിളിച്ചു കയറ്റുന്ന ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയോട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ അനേക കുടുംബങ്ങൾക്ക് വിടുതലിൻ്റെ ആത്മാവ് അയച്ചു കൊടുത്ത് കർത്താവിൻ്റെ നാമത്തിൽ ജയക്കൊടി നാട്ടിയിരിക്കുന്നു. യഹോവ നിസി. അതെ അപ്പച്ച, നീ അത് ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയോട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.